നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ധന്യറീന വർഗീസ്. നോക്കാം വാർത്തകൾ വിശദമായി. യുദ്ധം അവസാനിപ്പിക്കാനുള്ള 14 നിർദ്ദേശങ്ങൾക്ക് അമേരിക്കയ്ക്ക് മറുപടി നൽകി ഇറാൻ. ഹോർമുസിൽ തങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന മറുപടിയാണ് ഇറാൻ നൽകിയതെന്നാണ് സൂചന. അതേസമയം ചർച്ചകൾ നടത്തുക എന്നാൽ കീഴടങ്ങുക എന്നല്ല അർത്ഥമാക്കുന്നതെന്ന് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്തെത്തി. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ടുവച്ച 14 നിർദ്ദേശങ്ങളിലാണ് ഇറാൻ വൈകിയാണെങ്കിലും മറുപടി നൽകിയത്. ഹോർമുസിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറായേക്കില്ലെന്നാണ് റിപ്പോർട്ട്. ലെബനോൺ യുദ്ധം അവസാനിപ്പിക്കാനും ഇറാൻ നിർദ്ദേശം മുന്നോട്ടുവച്ചതായി സൂചനയുണ്ട്. പാകിസ്ഥാൻ വഴി നൽകിയ മറുപടിയുടെ കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവന്നേക്കും. അതിനിടെ ചർച്ചകളെന്നാൽ കീഴടങ്ങലെന്ന അർത്ഥമില്ലെന്ന് ഓർമ്മിപ്പിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്തെത്തി. ഇറാന്റെ ദേശീയ താൽപര്യങ്ങളും ഇറാനിയൻ ജനതയുടെ അവകാശങ്ങളും സംരക്ഷിക്കുമെന്നും പെസഷ്കിയാൻ ആവർത്തിച്ചു. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയെ സൈനിക കമാൻഡർ അലി അബ്ദുല്ലഹി സന്ദർശിച്ചതായി ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കൂടിക്കാഴ്ചയിൽ ഇറാന്റെ സായുധസേനയെ പ്രശംസിച്ച മുജ്തബ ശത്രുക്കളെ ശക്തമായി നേരിടണമെന്ന് സൈന്യത്തോട് ആവശ്യപ്പെട്ടു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് തുടർന്നും നേതൃത്വം നൽകുമെന്നാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ നേരത്തെ വ്യക്തമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. ഗൾഫ് രാജ്യങ്ങളിൽ വീണ്ടും ഇറാന്റെ ആക്രമണം. കുവൈറ്റ്, ഖത്തർ, UAE എന്നിവിടങ്ങളിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. അതേസമയം UAEയിൽ നാളെ ക്ലാസ് റൂം പഠനം പുനരാരംഭിക്കും. കഴിഞ്ഞ 3 ദിവസവും UAEയെ മാത്രം ആക്രമിച്ച ഇറാൻ ഇന്ന് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചു. ഇറാൻ കപ്പലുകൾ അമേരിക്ക ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയെ സഹായിക്കുന്നവരെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കുവൈറ്റ്, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ഇറാനിൽ നിന്ന് 2 ഡ്രോൺ ആക്രമണ ശ്രമങ്ങളുണ്ടായെന്ന് UAE പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. കുവൈറ്റിലേക്ക് നിരവധി തവണ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളുണ്ടായി. ഡ്രോൺ ആക്രമണത്തിൽ ഖത്തർ തീരത്ത് ചരക്ക് കപ്പലിന് തീപിടിച്ചു. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്ന് ഖത്തർ, UAE, കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയങ്ങൾ വ്യക്തമാക്കി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങൾ കനത്ത ജാഗ്രതയിലാണ്. അതിനിടെ UAEയിൽ നാളെ മുതൽ ക്ലാസ് റൂം പഠനം പുനരാരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ആക്രമണം കണക്കിലെടുത്ത് കഴിഞ്ഞയാഴ്ച പഠനം ഓൺലൈനാക്കി മാറ്റിയിരുന്നു. 24 ദുബായ്. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും പറയുന്നു. വിദേശയാത്രകൾ കുറയ്ക്കണമെന്നും പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണമെന്നും. കർണാടകയിലെ പൊതുപരിപാടിക്കിടെയാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് സജു ചാമക്കൽ ചേരുന്നു. സജു, എന്താണ് കൂടുതൽ വിവരങ്ങൾ? തന്നെ പ്രധാനമായിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എണ്ണ ഉപയോഗം ക്രമീകരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഓരോ പൗരന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണമെന്നൊപ്പം തന്നെ സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്നും ഇന്ത്യക്ക് എണ്ണക്കിണറുകളില്ല, ഇലക്ട്രിക് വാഹനങ്ങളെ കൂടുതലായി ആശ്രയിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. കർണാടകയിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയാണ് അദ്ദേഹം ജനങ്ങളോട് ഇക്കാര്യം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ കരുതൽ നിക്ഷേപം സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. കോവിഡ് കാലത്തിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ജനങ്ങൾ പാലിക്കണമെന്നും വിദേശയാത്രകൾ കുറയ്ക്കണമെന്നും വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ഇപ്പോൾ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ആഭ്യന്തര തലത്തിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എണ്ണവില ഇനിയും ഉയരാനുള്ള സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പൗരന്മാർക്ക് ഈ നിയന്ത്രണം നൽകിയിരിക്കുകയാണ്. എണ്ണവില ഇനിയും ഉയരാതിരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഓരോ പൗരന്മാരും പാലിക്കണമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ധന്യ. ബംഗളൂരുവിൽ നിന്ന് സജു ചാമക്കലാണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. ഹജ്ജ് തീർത്ഥാടകരുടെ ഗ്രൂപ്പിംഗ് ക്രമീകരണങ്ങൾ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം പുറത്തിറക്കി. മിനായിലെ ജംറകളിലേക്കും ട്രെയിൻ സ്റ്റേഷനുകളിലേക്കും തീർത്ഥാടകർ എത്തുന്നതിന് കൃത്യമായ സമയക്രമം മന്ത്രാലയം ഏർപ്പെടുത്തി. ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സഹായത്തോടെ ഈ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കും. മിനായിലെ 100 കണക്കിന് ക്യാമ്പുകളിൽ കൂളിംഗ് സംവിധാനങ്ങൾ നവീകരിച്ചതായും ഖിദാന ഡെവലപ്മെന്റ് കമ്പനി അറിയിച്ചു. 565 ക്യാമ്പുകളിലായി 3 ലക്ഷത്തിലധികം മീറ്റർ നീളത്തിലുള്ള പുതിയ അഗ്നിശമന പൈപ്പ് ലൈനുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. തീർത്ഥാടകർ മന്ത്രാലയം നൽകുന്ന നിർദ്ദേശങ്ങളും സമയക്രമവും കർശനമായി പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. അടുത്ത വാർത്തയിലേക്കാണ്. ഹജ്ജിനെത്തിയ തീർത്ഥാടകർ ഇപ്പോൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന കർമ്മം ഉംറയാണ്. ഉംറയ്ക്കുള്ള തയ്യാറെടുപ്പുകൾക്കായി തീർത്ഥാടകർ പോകുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ജിംറാന.
ആയിരക്കണക്കിന് തീർത്ഥാടകർക്കാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹജ്ജിനെത്തുന്ന തീർത്ഥാടകരിൽ നല്ലൊരു ഭാഗവും ഹജ്ജിന് മുമ്പും ശേഷവും ഉള്ള സമയങ്ങൾ പ്രധാനമായും ചെലവഴിക്കുന്നത് ഹറം പള്ളിയിൽ പോയി ഉംറ നിർവഹിക്കാനാണ്. മക്കയിലുള്ള തീർത്ഥാടകർ ഹറം പള്ളിയിൽ പോയി ഉംറ നിർവഹിക്കണമെങ്കിൽ അവർക്ക് തയ്യാറെടുപ്പിനായി, അതായത് ഇഹ്റാം ചെയ്യാനായി ഈ ഹറമിൻ്റെ അതിർത്തി വിടണം. ഇങ്ങനെ ഇഹ്റാം ചെയ്യാനായി തീർത്ഥാടകരെത്തുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മക്കയ്ക്കടുത്ത ഈ ജൈറാന എന്ന് പറയുന്ന സ്ഥലം. ആ ജൈറാനയിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. SLRC 38ാമത് സംസ്ഥാന സംഗമം കോഴിക്കോട് നടന്നു. ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ വൈജ്ഞാനിക സമ്മേളനം, ഖുർആൻ വിജ്ഞാന മത്സരങ്ങൾ, സാംസ്കാരിക അവാർഡ്ദാന സമ്മേളനം, പുസ്തക പ്രകാശനം എന്നിവ നടന്നു. PV അബ്ദുൽ വഹാബ് MP, നിയുക്ത MLA മാരായ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, ഫാത്തിമ തഹ്ലിയ, കോഴിക്കോട് കോർപ്പറേഷൻ മേയർ O സദാശിവൻ എന്നിവർ പങ്കെടുത്തു. മാതൃദിനത്തിൽ അമ്മമാരെ ആദരിച്ച് പത്തനാപുരം ഗാന്ധി ഭവൻ. നടി ശ്രീലത നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിഭവനിലെ അമ്മമാർക്ക് പുറമെ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള അമ്മമാരെ ചടങ്ങിൽ ആദരിച്ചു. ഗാന്ധിഭവൻ ആരംഭിച്ച അമ്മയ്ക്കൊരുമ്മ പദ്ധതിയുടെ ഭാഗമായിരുന്നു പരിപാടി. ഗാന്ധിഭവൻ ചെയർപേഴ്സൺ ഡോക്ടർ ഷാഹിദ കമാൽ അധ്യക്ഷയായി. ഗാന്ധിഭവൻ സ്ഥാപകൻ പുലരൂർ സോമരാജൻ, G ഭുവനചന്ദ്രൻ, B ശശികുമാർ, B മോഹനൻ, പ്രസന്നരാജൻ, ഗുരുപ്രിയ മഠം മഠാധിപതി മാതാ ഗുരുപ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു. ഹജ്ജ് തീർത്ഥാടകർക്ക് കടുത്ത ഉഷ്ണതരംഗ ജാഗ്രത നിർദ്ദേശവുമായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. തീവ്രമായ ചൂട് കണക്കിലെടുത്ത് ആരോഗ്യ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇതോടൊപ്പം ഹീറ്റ് സ്ട്രോക്ക് ഒഴിവാക്കാനായി പാലിക്കേണ്ട പ്രധാന മാർഗങ്ങളും മന്ത്രാലയം വിശദീകരിക്കുന്നു. പുണ്യഭൂമിയിൽ ഹജ്ജ് കർമ്മങ്ങൾക്കായി എത്തിയ തീർത്ഥാടകർ ചൂടിനെ പ്രതിരോധിക്കാൻ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം നിർദ്ദേശിച്ചു. ചൂടിനെ പ്രതിരോധിക്കാൻ 5 പ്രധാന നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. ദാഹമില്ലെങ്കിലും തീർത്ഥാടകർ ഇടയ്ക്കിടെ ധാരാളം വെള്ളം കുടിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ ഇത് അത്യാവശ്യമാണ്. നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ഇളം നിറത്തിലുള്ള കുടകൾ കരുതണമെന്നും നിർദ്ദേശമുണ്ട്. കർമ്മങ്ങൾക്കിടയിൽ ശരീരത്തിന് കൃത്യമായ വിശ്രമം ഉറപ്പാക്കണം. കഠിനമായ വെയിലുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കി സുരക്ഷിതമായ ഇടങ്ങളിൽ കഴിയാൻ ഹാജിമാർ ശ്രദ്ധിക്കണം. ശാരീരിക അസ്വസ്ഥതകളോ അമിത ക്ഷീണമോ തോന്നിയാൽ ഒട്ടും വൈകാതെ വൈദ്യസഹായം തേടണം. ഓരോ ഹാജിയുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മന്ത്രാലയം പുറപ്പെടുവിച്ച ഈ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. 24 ജിദ്ദ. ഹജ്ജ് തീർത്ഥാടകർക്കായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. മശായിറകളിൽ തിരക്ക് കുറയ്ക്കുവാനും സുരക്ഷ വർദ്ധിപ്പിക്കാനുമായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുണ്യസ്ഥലങ്ങളിൽ പാചകത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതിനും ക്യാമ്പുകൾക്ക് പുറത്തുള്ള താമസത്തിനും മന്ത്രാലയം പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ഹജ്ജ് തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പുവരുത്തുകയാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. മീന, മുസ്ദലിഫ, അറഫ തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ അനധികൃതമായ താമസം ഒഴിവാക്കാൻ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. ഹജ്ജ് പെർമിറ്റുള്ളവർക്കും അതത് ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്തവർക്കും മാത്രമേ തമ്പുകളിൽ പ്രവേശനം അനുവദിക്കൂ. പ്രവേശന കവാടങ്ങളിൽ തിരക്കൊഴിവാക്കാനും നിശ്ചിത സ്ഥലങ്ങളിലല്ലാതെ ഇരിക്കുന്നതും കിടക്കുന്നതും തടയാനും മുഴുവൻ സമയ നിരീക്ഷണമുണ്ടാകും. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി പുണ്യസ്ഥലങ്ങളിലെ ക്യാമ്പുകളിൽ പാചകത്തിന് LPG ഗ്യാസ് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. പകരം സുരക്ഷിതമായ മറ്റു മാർഗങ്ങൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം. പ്രത്യേകിച്ചും അറഫയിലെ തമ്പുകൾ മീനായിലെ പോലെ അഗ്നിബാധയെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ളതാകണം. ശുചിത്വത്തിന്റെ കാര്യത്തിലും മന്ത്രാലയം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. ഹജ്ജ് സീസൺ കഴിഞ്ഞ് ക്യാമ്പുകൾ നീക്കം ചെയ്യുമ്പോൾ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. നിയമലംഘനം നടത്തുന്ന സർവീസ് കമ്പനികൾക്ക് കനത്ത പിഴ ചുമത്തുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 24 ജിദ്ദ. മദീനയിലെ ഗുബ മസ്ജിദിൽ റോബോ ബസ്സുകളുടെ സേവനം ആരംഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവറില്ല ബസ്സുകളുടെ പരീക്ഷണ ഓട്ടത്തിനാണ് മദീനയിൽ തുടക്കമായത്. ഗുബ മസ്ജിദ് അങ്കണത്തിലെ 700 മീറ്റർ നീളമുള്ള പാതയിലാണ് ഈ ബസ്സുകൾ ഓടുന്നത്. മദീന ഡെവലപ്മെന്റ് അതോറിറ്റിയും ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ചേർന്നാണ് ഈ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്നത്. 60 ദിവസത്തെ പരീക്ഷണത്തിന് ശേഷം കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ സേവനം വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം. വിഷൻ 2030ന്റെ ഭാഗമായി ഗതാഗത മേഖലയിൽ സൗദി കൊണ്ടുവരുന്ന വലിയ മാറ്റങ്ങളുടെ തുടർച്ചയാണിത്. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. അബുദാബിയിൽ എമർജൻസി വാഹനങ്ങളിൽ സ്മാർട്ട് ക്യാമറകൾ ഘടിപ്പിക്കുന്നു.
വാഹനങ്ങളുടെ വഴിമുടക്കുന്നതടക്കമുള്ള നിയമലംഘനങ്ങൾ റെക്കോർഡ് ചെയ്യും. നിയമലംഘനങ്ങളിൽ നിന്നും 3000 ദിർഹം പിഴ ഈടാക്കാനാണ് തീരുമാനം. എമർജൻസി വാഹനങ്ങളായ ആംബുലൻസ്, ഫയർ സേഫ്റ്റി വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയിലാണ് സ്മാർട്ട് ക്യാമറകൾ ഘടിപ്പിക്കുന്നത്. നിയമലംഘനങ്ങൾ വ്യാപകമാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അബുദാബി സിവിൽ ഡിഫൻസ് വകുപ്പിന്റെ നീക്കം. ഗതാഗതക്കുരുക്കും തടസ്സങ്ങളും നിരീക്ഷിച്ച് പ്രതികരണ സമയം കുറയ്ക്കുന്നതിനാണ് പുതിയ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച ബദൽ വഴികൾ തിരിച്ചറിയാൻ എമർജൻസി വാഹനങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. സ്മാർട്ട് ക്യാമറ സിസ്റ്റം നൂതന ഓപ്പറേഷൻസ് റൂം സാങ്കേതിക വിദ്യകളുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് അടിയന്തര വാഹനങ്ങളുടെ നീക്കം തത്സമയം നിരീക്ഷിക്കാൻ സഹായിക്കും. ഒപ്പം വേഗത്തിൽ തീരുമാനമെടുക്കുന്നതിനെ പിന്തുണയ്ക്കും. ഓപ്പറേഷൻ സെന്ററിൽ വെച്ച് തന്നെ എമർജൻസി വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന വാഹനങ്ങൾ കണ്ടെത്താനാകും. ഗുരുതര നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ 3000 ദിർഹം വരെ പിഴ ചുമത്തും. ഒപ്പം 30 ദിവസത്തേക്ക് വാഹനം പിടിച്ചെടുക്കും. കൂടാതെ 6 ബ്ലാക്ക് പോയിന്റുകളും നൽകും. എമർജൻസി വാഹനങ്ങൾക്ക് എപ്പോഴും വഴിയൊരുക്കണമെന്ന് അബുദാബി സിവിൽ ഡിഫൻസ് വകുപ്പ് അറിയിച്ചു. വിവിധ ക്യാമ്പയിനുകളും ഇതിന്റെ ഭാഗമായി നടത്തിവരുന്നുണ്ട്. 24 ദുബായ്. ഗൾഫ് ടുഡേ അതിന്റെ അവസാന റിപ്പോർട്ടുകളിലേക്കാണ്. റിവർ ബ്ലൈൻഡ്സ് രോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ ക്യാമ്പയിനുമായി UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. 3 വർഷം കൊണ്ട് 70 ലക്ഷം പേരിലേക്കാണ് ക്യാമ്പയിൻ എത്തിക്കുകയെന്നാണ് ലക്ഷ്യം. 100 ദുബായാണ് ക്യാമ്പയിൻ ഏറ്റെടുക്കുക. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സിന്റെ കീഴിലാണ് ക്യാമ്പയിൻ നടക്കുന്നത്. പ്രധാനമായും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് റിവർ ബ്ലൈൻഡ്സ് രോഗം കാണുന്നത്. പരാന്നഭോജിയായ വിരകളുണ്ടാക്കുന്ന അസുഖം കറുത്ത ഈച്ചകളാണ് പടർത്തുന്നത്. അടുത്ത റിപ്പോർട്ടിലേക്ക്. കടൽ മാർഗമുള്ള ജീവനുള്ള ആടുമാടുകളുടെ കയറ്റുമതി ഓസ്ട്രേലിയൻ സർക്കാർ നിരോധിച്ചതോടെ വ്യവസായ രംഗത്ത് പ്രതിസന്ധി. പ്രധാനമായും പശ്ചിമേഷ്യയിലേക്കായിരുന്നു ഓസ്ട്രേലിയയിൽ നിന്നും ആടുമാടുകളെ കയറ്റി അയച്ചിരുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും പെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ സൃഷ്ടിച്ച പ്രതിസന്ധികൾ നേരിടുന്ന വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ കമ്പിളി കർഷകർക്ക് വൻ തിരിച്ചടിയായി എൽഡേഴ്സ് വൂൾ കമ്പനിയുടെ വ്യവസായ രംഗത്തു നിന്നുള്ള പിന്മാറ്റം. 100-ലധികം വർഷമായി വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കമ്പിളി വിപണിയിൽ സജീവ സാന്നിധ്യമായിരുന്ന എൽഡേഴ്സ് ലിമിറ്റഡ് ഈ രംഗത്ത് നിന്ന് പിന്മാറുന്നു. 2027 ജൂലൈ മുതൽ സംസ്ഥാനത്തെ കമ്പിളി വ്യാപാര പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കുമെന്ന് കമ്പനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇതോടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പിളി ഇനി മുതൽ മെൽബണിലെ കേന്ദ്രത്തിലായിരിക്കും കൈകാര്യം ചെയ്യുക. ഫെഡറൽ സർക്കാർ ഏർപ്പെടുത്തിയ കടൽമാർഗമുള്ള ജീവനുള്ള ആടുകളുടെ കയറ്റുമതി നിരോധനമാണ് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് കമ്പനിയെ നയിച്ചത്. ഈ നിരോധനം സംസ്ഥാനത്തെ വൂൾ വ്യവസായത്തിനും ഉൽപ്പാദന മേഖലയ്ക്കും വൻ തിരിച്ചടിയായിരിക്കുകയാണ്. കമ്പിളി ഉൽപ്പാദനത്തെ മാത്രമല്ല, അനുബന്ധ വ്യവസായങ്ങളെ ഈ തീരുമാനം ദോഷകരമായി ബാധിക്കും. ചെമ്മരിയാടുകളുടെ ചർമ്മത്തിൽ നിന്നുള്ള സ്രവം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്കിൻ കെയർ ക്രീമുകൾ, ലിപ് ബാമുകൾ തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പ്രാദേശികമായി പ്രവർത്തിക്കുന്ന വൂൾ ഹാൻഡ്ലിംഗ് സംവിധാനങ്ങളുടെ നിലനിൽപ്പിനെക്കുറിച്ച് കർഷകർക്കിടയിൽ ഇപ്പോൾ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു വിപണി സംവിധാനം ഇല്ലാതാകുന്നതോടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ വൂൾ വ്യവസായത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. പെനീന മാത്യു, 24 ഓസ്ട്രേലിയ. ഇതോടെ ഗൾഫ് ടുഡേ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.